الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവ്വരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, ആജ്ഞാ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഒരു ദിവസം മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസ അതിന്റെ കൂടെ പ്രവാചകൻ നടക്കാൻ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ ഈ ജനാസയുമായി ഖബറിന്റെ അടുത്തെത്തി, ലഹദിന്റെ അടുത്ത്. വലം യകുൻ അൽ-ലഹദു ജായിസ്. അവര് ജനാസയുമായി ആ മഖബറയുടെ ഖബറിന്റെ അടുത്ത് എത്തിയപ്പോ ആ ഖബറ്, ലഹദ് അത് റെഡിയായിട്ടില്ല. അവരെന്ത് ചെയ്യണം, ആ ഖബറിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്ത് താഴെ വെച്ചു. പ്രവാചകൻ ഖബറ് നേരെ ഇരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റിലും ജലസ്നാ ഹൗലഹു, ഞങ്ങളൊക്കെ പ്രവാചകന്റെ ചുറ്റിലും ഇരിക്കണം. കഅന്നമാ അലാ റൂസിനാ അത്തയ്ർ, ഞങ്ങളുടെ ഇരുത്തമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷി തലയിൽ വന്നിരുന്നാൽ അനക്കാതെ, തല അനക്കാതെ ഇരിക്കുന്ന രൂപത്തിൽ ഞങ്ങളൊക്കെ പ്രവാചകന് ചുറ്റിലും ഇങ്ങനെ ഇരിക്കണം. റസൂൽ എഴുത്തുമായിരിക്കും, ചുറ്റിലും സഹാബത്ത് അനങ്ങാതെ നിൽക്കണം. എല്ലാവരും ഖബറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശാന്തനായിട്ട്, എന്നാൽ പ്രവാചകന്റെ മുഖത്ത് പൂർണ്ണമായ വഖാറത്ത്, ആ ഗാംഭീര്യ പ്രവാചകന്റെ മുഖത്തുണ്ട്. അതേ സമയത്ത് ഹുദൂഉം വസാബിത്തും വസകീന, മൂന്നും പ്രവാചകന്റെ മുഖത്ത് കാണാൻ കഴിയും. ശാന്തതയും നിശബ്ദതയും സമാധാനവും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ.
പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ തലങ്ങനെ താത്തിയിട്ട് കരയാൻ തുടങ്ങിയപ്പോ പ്രവാചകന്റെ കരച്ചിൽ കാരണം അവിടെ ഉണ്ടായിരുന്ന ആ മണ്ണ് പോലും നനയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, استعدوا بالله من عذاب يا إخوان لمثل هذا فأعدوا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചുറ്റുമുള്ള സഹാബത്തിനെ നോക്കിയിട്ട് പറയാണ്, ഇസ്തഇദ്ദൂ ബില്ലാഹി മിൻ അദാബ്. അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുകയാണ്. യാ ഇഖ്വാൻ, എന്റെ സഹോദരങ്ങളെ, ഇതുപോലെയുള്ളതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ തന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഉണർത്തിയത് അങ്ങനെയാണ്. ഖബർ നോക്കിയിട്ട് റസൂൽ പറഞ്ഞത്, ഈ ഒരു രംഗം കഴിഞ്ഞു പോകാൻ വേണ്ടി, ഈ രംഗം തൊട്ട് അങ്ങോട്ടുള്ള യാത്രക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം എന്ന് പ്രവാചകന്റെ സഹാബത്തിനെ ഉണർത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മളിങ്ങനെ ആലോചിച്ചു, നമ്മളും ഖബറിലേക്ക് ഇങ്ങനെ അടുക്കണം. ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച സമയങ്ങളിലൂടെ നമ്മളിങ്ങനെ നീങ്ങി മെല്ലെ മെല്ലെ നീങ്ങിയിട്ട് നമ്മൾ പോകുന്നത് കേട്ട ആ ഖബറിലേക്കാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ദുനിയാവ് നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒഴിവാക്കിക്കൊണ്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ ദുനിയാവിനെ വിട്ടിങ്ങനെ പിരിയാണ്. ആഖിറത്തിങ്ങനെ കടന്നു വരികയാണ്. അത് നമ്മളെ സ്വീകരിക്കാനുള്ള രൂപത്തിൽ ഇങ്ങനെ കടന്നു വരുന്നു എന്ന് അലി റളിയല്ലാഹു പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ നടന്നു നീങ്ങാൻ. കഴിഞ്ഞ കൊല്ലം റമദാനിലുള്ള ആളുകൾ നമ്മളൊപ്പല്ല. ഈ റമദാനിലേക്ക് നമ്മൾ എത്തുമോ എന്നും അറിയില്ല. നമ്മുടെയൊക്കെ മരണം എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ ഫയംസികു അല്ലതി ഖള അലൈഹാ അൽ മൗത് വയുർസിലു ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു പറഞ്ഞു, ചില ആളുകളെ അല്ലാഹു ഉറക്കിലെടുക്കും. വയുർസിലു ഉഖറാ, മറ്റു ചില അല്ലാഹു വിട്ടേക്കുകയാണ്. എവിടെ വരെ? ഇലാ അജലിൻ മുസമ്മാ. പടച്ചതമ്പുരാൻ ഒരു ഡേറ്റ് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് വരെ നമ്മൾ ഇങ്ങനെ വിട്ടേക്കുകയാണ്. ഉറപ്പാണ് ഞാൻ നിങ്ങളുമൊക്കെ അത് അനുഭവിക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ ഖബറിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങണം. ഈ റമദാൻ നമുക്കതിന് നല്ലൊരു അവസരമാക്കണം. നമുക്ക് ഈ റമദാനിൽ നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രക്ക് വേണ്ട പാതയെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത്, നിങ്ങൾ ആ യാത്രക്ക് വേണ്ടിയുള്ള പാതയും തയ്യാറാക്കണം. അപ്പോൾ ഡേറ്റ് കിട്ടിയ ഒരാള് അയാളുടെ യാത്രക്ക് വേണ്ടി സ്വാഭാവികമായും ഒരുക്കം. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, വിദേശത്തേക്ക് ആദ്യമായി പോകുന്ന ഒരു സഹോദരന് അവര് ഇന്ന ഡേറ്റിലാണ് പോകേണ്ടത് എന്നറിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെയാണ്, ഇങ്ങനെ ഇതേപോലെ റമദാനിന് മുമ്പ് ഡേറ്റ് കിട്ടിയ ഒരു സഹോദരന്റെ അവസ്ഥ പോലെ നമ്മളൊന്ന് ആലോചിച്ചു. എത്രമാത്രം ഒരുക്കം ആ സുഹൃത്ത് നടത്തും. ചിലപ്പോ ചില ആളുകൾ ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകുമ്പോ ഇന്ന ദിവസമാണ് ഡേറ്റ് എന്നറിഞ്ഞാൽ എത്രയോ വിദൂരത്തിലുള്ള ആളുകളെ പണ്ടൊക്കെ പോയിട്ട് പറഞ്ഞ് പൊറുപ്പിച്ച് എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരാളെ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച്, പണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത ഞങ്ങൾ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർമാരായിരുന്ന ആ ആളെ പിന്നീട് വർഷങ്ങളോളം കണ്ടിട്ടില്ല. പക്ഷേ ഹജ്ജിന് പോകുന്ന സമയമായപ്പോ അദ്ദേഹത്തെ ഓർക്കുകയാണ്, എന്നിട്ട് പോവുകയാണ്. എന്തിനാ? ഞാൻ പോകുന്ന യാത്ര ഇന്ന ഡേറ്റില, അതിനു മുമ്പ് ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പൊറുപ്പിക്കണം. നോക്കി, അങ്ങനെ ചെയ്തൊരു കാലം. ഇന്നിപ്പോ വാട്സപ്പായി. ഇന്നിപ്പോ ദൂരത്തൊന്നും യാത്ര പോകുന്നില്ല, ഒറ്റ വാട്സപ്പിൽ നമ്മൾ പറയാണ് നമ്മളെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. ഏതായാലും നമ്മൾ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ നിലത്തും നമ്മൾ ഒരുങ്ങാണ്. ഡേറ്റ് കിട്ടിയ ഒരാൾ ഒരുങ്ങുന്നതിനേക്കാൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങണ്ടേ. വിശുദ്ധ ഖുർആൻ നമ്മളെ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആന്റെ അഭിസംബോധന. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നോക്കി, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്താൻ. ഇത്തഖുല്ലാഹ്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സത്താവിനെ സൂക്ഷിക്കണേ. എന്താ ഞാൻ പറയാൻ പോകുന്നത്? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അവരെന്ത് സമ്പാദിച്ചു എന്ന്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരമാണ് എന്റെ റൂഹ് കിട്ടുന്നതെങ്കിൽ ആ വൈകുന്നേരം തൊട്ടുള്ള യാത്രയിൽ എനിക്ക് വേണ്ട പാതയെന്നത് ഞാൻ നോക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്റെ യാത്ര തുടങ്ങുമ്പോ, ഒറിജിനൽ യാത്ര തുടങ്ങുമ്പോ അതിന് വേണ്ട കാര്യങ്ങൾ എന്റെ അടുത്തുണ്ടോ എന്ന് നോക്കാൻ ഓരോ നഫ്സും നോക്കട്ടെ. ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാ നഫ്സിന് ഓരോരുത്തർ വിളിച്ച് നഫ്സി എന്ന് നമ്മള് ഖിയാമത്ത് മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് പറയുവേ, ആ പദം തന്നെയാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. വൽതൻദുർ നഫ്സുൻ, ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ. പാപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാകില്ല, സഹോദരങ്ങൾ ഉണ്ടാവൂല, നമ്മുടെ കൂടെ എന്ത് നമ്മളെ സഹായിക്കാനുള്ള പലരുണ്ട്, അവരാരും നമ്മുടെ കൂടെ ഉണ്ടാകൂല. അതുകൊണ്ട് ഓരോ നഫ്സിനോടും അല്ലാഹു പറയാണ്, എന്താണ് ആ ഖബറിന്റെ മരണം തൊട്ട് അങ്ങോട്ടുള്ള യാത്രക്ക് വേണ്ടി എന്താ നീ തയ്യാറാക്കി വെച്ചതെന്ന് ഓരോ ദിവസവും നീ നോക്കിക്കോ. എന്നിട്ട് നിർത്തിയില്ല, വീണ്ടും അല്ലാഹു തഖ്വ ഉപദേശിക്കരുത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അവിടേക്ക് വേണ്ട പാത എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ചിന്തിക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഒരുക്കിക്കോളൂ, യാത്രക്കൊരുക്കിക്കോളൂ, യാത്രക്ക് വേണ്ട പാതയെ തയ്യാറാക്കിക്കോളൂ. നിങ്ങൾക്ക് ഒരുക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും നല്ല ഖൈറായ പാതയേതെന്നറിയാമോ? അത്തഖ്വ, സൂക്ഷ്മതാ ബോധമാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ സൂക്ഷിക്കണേ. ചിന്തിക്കുന്ന മനുഷ്യരെ നിങ്ങളെന്നെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. റബ്ബ് ഉണർത്തുന്നത് തഖ്വയുള്ളവരായി കൂടിയാണ്. നമുക്കെന്താ തഖ്വക്ക് തടസ്സം? നമുക്ക് തഖ്വക്ക് തടസ്സം എന്താ? ദുനിയാവ് ശരിയാവാൻ വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. നമ്മുടെ ദുനിയാവിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. നമ്മുടെ തഖ്വയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താ? അള്ളാഹിനെ കുറിച്ച് മറന്നു പോണ അവസ്ഥ എന്തുകൊണ്ടാ? ദുനിയാവിന്റെ പളവളപ്പ് കാണുമ്പോ, അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ മറപ്പിച്ച് കളയുമ്പോ. അതുകൊണ്ടാണ് നമ്മളോട് ഇബാദത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പന എന്താ? നിങ്ങൾ ഇറങ്ങിക്കോളി, പള്ളിയിൽ തന്നെ നിൽക്കണമെന്നില്ല. നിങ്ങൾ ദുനിയാവിലേക്ക് പോയിക്കൊള്ളുന്ന മഹീഷത്ത് തേടി പോയിക്കോളി. പക്ഷേ അല്ലാഹു പറയാണ്, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ. അള്ളാഹുവിന്റെ ഫളിനെ നിങ്ങൾ തേടിപ്പോയി. അള്ളാഹ് എവിടൊക്കെ നിങ്ങൾക്ക് ഫളിൽ വെച്ച് അറിയില്ല, യാത്ര ചെയ്തോളൂ. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടും യാത്ര ചെയ്തോളൂ. പക്ഷേ മറക്കരുത്, പള്ളിയിൽ നിന്ന് നിങ്ങൾ ഒരുപക്ഷേ നമസ്കരിക്കുന്ന വേളയിൽ, ഖുതുബ കേൾക്കുന്ന വേളയിൽ, പള്ളിയിലുള്ള ദിക്റിന്റെ വേളയിലൊക്കെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തിരിക്കും. അത് പള്ളിയാണ്, അള്ളാന്റെ വീടാണ്, അള്ളാഹിനെ ഇങ്ങനെ സ്മരിച്ചിരിക്കും. എന്നാൽ അതിനേക്കാൾ അധികം
ഇനി അള്ളാഹുവിനെ മറക്കുന്ന രംഗങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർത്തോളൂ. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നൊരവസ്ഥ ദുനിയാവായാലും ഇബ്ലീസിന്റെ ശ്രമം ഉണ്ടായാലും അവിടെ ഒക്കെ നമ്മൾ ഈ തഖ്വ നിലനിർത്താൻ പടച്ച തമ്പുരാനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് പറ്റിയ ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞത്. ആ റമദാൻ വരികയാണ്. ഈ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് റമദാൻ എത്തിയ ദിവസങ്ങളില്ല. ആ ദിവസങ്ങളിൽ റമദാൻ എത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താ നമുക്ക് മനസ്സിലായി. തഖ്വ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റമദാൻ നിശ്ചയിച്ചത് എന്ന് അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ. ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടി എന്ന്. അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് കിട്ടണമെങ്കിൽ ആ കാര്യത്തിന്റെ കൃത്യമായ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. നോമ്പ് എന്തിന് എന്നല്ല പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ. എങ്കിൽ തഖ്വ കിട്ടാൻ ആവശ്യമായ സംഗതികൾ എന്തൊക്കെ അത് നമ്മൾ പഠിക്കണം. ഇപ്പൊ ഒരു കോഴ്സിന് ചേർന്നിട്ട് ആ കോഴ്സ് ജയിക്കാൻ വേണ്ട മാർക്ക്, കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ എന്താണ് കിട്ടാൻ സിലബസ് എന്താണ് എന്ന് നമ്മൾ പഠിക്കും. അത് ചേർന്ന് പോലില്ല, അതിന്റെ സിലബസ് നമ്മൾ പഠിക്കും, പരീക്ഷ ടൈം പഠിക്കും, എത്ര സെമസ്റ്റർ ഉണ്ടെന്ന് പഠിക്കും. അങ്ങനെ എന്താണോ നമുക്ക് കിട്ടേണ്ടത് ആ കിട്ടേണ്ടതിന് ആവശ്യമായ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ നമ്മളൊക്കെ എന്താ ചെയ്യാ? അതിന് നിയമമുണ്ട്, കൃത്യമായ നിയമമുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് അതിന് പറഞ്ഞ ആ ബൗണ്ടറിയിലൂടെ നമ്മൾ കൊണ്ടുപോയാലേ ആ കിട്ടും. ഏതും അങ്ങനെ നമ്മൾ ഒരു വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സമർപ്പിച്ച് ആ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിന് കൊടുക്കേണ്ട എല്ലാ കണ്ടന്റും കൊടുത്തു കഴിഞ്ഞ് അവസാനം നമ്മൾ സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോ ഇന്ന കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ചെയ്യില്ല, അങ്ങോട്ട് മുന്നോട്ട് പോയാ ഫോർവേഡ് ആവില്ല. അവിടെ നിങ്ങൾ ഇതുകൂടി നിങ്ങൾ ഈ ഡാറ്റ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? എൻറ്റർ ചെയ്യണം. അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് അങ്ങ് നോറ്റാ പോരാ. തഖ്വ കിട്ടാൻ എന്തൊക്കെയാണോ റബ്ബ് പറഞ്ഞത് അതൊക്കെ നമ്മൾ പാലിക്കണം. അങ്ങനെ പാലിക്കുമ്പോഴാണ് പരിശുദ്ധ റമദാന് കൊണ്ട് എന്താണോ നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ ജൂഅ. നോക്കി, റബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, എത്രയെത്ര ആളുകൾ എന്നല്ല പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിച്ചു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്രയെത്ര ആളുകളാണ് എന്നല്ല. റബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ്. നോമ്പ് വെച്ചെന്നർത്ഥം, നോമ്പ് നോറ്റെന്നർത്ഥം. അവന്റെ നോമ്പില്ല വിശപ്പല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ എവിടോ ഒന്ന് സബ്മിറ്റ് ചെയ്യുമ്പോ എവിടോ ഡാറ്റ പോയിട്ടുണ്ട്. എന്താ തോന്നുന്നത്? കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാള് വേണ്ടാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നില്ല, അവൻ വേണ്ടാത്ത പ്രവർത്തികൾ അവൻ ഒഴിവാക്കുന്നില്ല, അവൻ അജ്ഞതയിൽ തന്നെ മുഴുകിയിരിക്കാനാണ് അവൻ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ എന്തൊക്കെയാണോ റമദാനിന് മുമ്പ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തത് ആ ഇഷ്ടമില്ലാത്തത് തന്നെ തുടരുകയാണ്. റമദാനിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ റമദാനിലും ആയിരുന്നു. അള്ളാഹ് പറയാണ്, ആവശ്യമില്ല അവന്റെ ഭക്ഷണം ഒഴിവാക്കുന്നത്, അവൻ കുടിക്കുന്നത് ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യവും അവനില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിലേക്ക് വരുമ്പോ നമ്മൾ ഓർക്കേണ്ട, ഞാനൊന്ന് ഒരുങ്ങണം. അത്രയും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് വരുന്നത്.
റമദാന് മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നല്ല ഒരു ഒരുക്കം വേണം എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ആദ്യം വേണം. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു വെക്കാണ്. ഇതുവരെയുള്ള പോലെ സൗമിന്റെ ഭാഷാർത്ഥം, ലുഗവിയായ അർത്ഥം, ഇസ്തിലാഹിയായ അർത്ഥം പറഞ്ഞിട്ട് ഈ ഭാഷാർത്ഥം തന്നെ പിടിച്ചു വെക്കാണ്. കരിച്ചു കളി. അപ്പൊ ഇങ്ങനെ നമ്മളെ ശരിക്ക് ശുദ്ധീകരിക്കുന്ന ഒരു ഇബാദത്ത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന റമളാനിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ഒരുങ്ങണം. ആ നിലയ്ക്ക് ഒരുങ്ങാൻ നമ്മളൊക്കെ നമ്മുടെ മാനസികമായി നമ്മൾ തയ്യാറാവുക. അല്ലാതെ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം, അവസാനം വിലപിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് അടുത്ത ഖുതുബയിൽ പറയാം. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഓർഗാനിക്കിന് വലിയൊരു വിവാദത്താണ് മുന്നിലേക്ക് വരുന്നത്. മറ്റൊരു വിവാദത്തുകൾക്കില്ലാത്ത പദവി കിട്ടുന്ന ഒരു വിവാദത്ത് എന്റെ മുമ്പിലേക്ക് വരുമ്പോ ഞാൻ എല്ലാ നിലക്കും അതിനെ സ്വീകരിക്കാൻ റെഡിയായി സന്നദ്ധനായി ഞാൻ ഉണ്ടാകും ഇൻഷാ അല്ലാഹ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد أوصيكم ثانيا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നമ്മൾ കേട്ട ഒരു വചനമാണ്, മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പറഞ്ഞ ഒരു വാക്ക്. റജബ് എന്ന് പറയുന്നത് അത് കൃഷിയുടെ മാസമാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് ആ കൃഷി ചെയ്യുന്നതിന് വെള്ളം നനയ്ക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്ന മാസമാണ്. റമളാൻ ആ റമളാൻ എന്ന് പറഞ്ഞാൽ ആ വിത്തിട്ട ആ ഉണ്ടായിക്കഴിഞ്ഞ അതിൽ നിന്ന് വിളവ് കൊയ്യുന്ന മാസമാണ്. അപ്പൊ ഞാൻ ഒരുങ്ങണം എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യ കൂട്ടത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിളവ് അത് കൊയ്തെടുക്കുന്ന ആ ദിവസം, ഈ വിത്തിടുന്ന ദിവസം തന്നെ, വിത്തിടുന്നതിന് മുമ്പ് തന്നെ ആ കൊയ്തെടുക്കുന്ന ആ വിളയെ സംബന്ധിച്ച് അയാൾ സ്വപ്നം കാണും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ അതിന് വേണ്ടിയുള്ള ആ വിത്തിടാൻ വേണ്ടി ആ പ്രതലം കൃത്യമായി അദ്ദേഹം ഒരുക്കുകയാണ്. ഒരുക്കിയിട്ടാണ് ആ വിത്ത് അവിടെ വിത്തിട്ട് മൂപ്പര് പിന്നെ വേറെ വഴിക്ക് പോവല്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോളി പോകാതെ എന്നും അവിടെ നിന്ന് പോകും. ഒരു വാഴാണ്, അല്ല പയറാണ്, എന്താണോ നട്ടത് അത് എത്ര തിരക്കുണ്ടെങ്കിൽ രാവിലെ ഒന്ന് അവിടെ പോയിട്ട് അട്ട വിത്തിന്റെ അടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു മാറ്റി അവിടെ പണ്ടെടുത്തിട്ട് പോയി. അത് ആ നല്ല വിള കിട്ടാൻ വേണ്ടിയില്ല. ഒരു ബിസിനസ്സുകാരൻ തന്റെ പൈസ കംപ്ലീറ്റ് ആണ് കൂടെ ഇറക്കിയിട്ടിട്ട് പിന്നെ ഓനാ പൈക്കില്ല. അങ്ങനെ ഒരു ബിസിനസ്സുകാരുണ്ടെങ്കിൽ ഓനെ ബിസിനസ്സുകാരൻ പറഞ്ഞില്ല. ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒന്നിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു എത്തുന്നത് വരെ അധികം പിന്നാലെ അയാൾ അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ലാഭം കിട്ടും. അയാൾ വിചാരിച്ച ഒരു പ്രോഫിറ്റ് കിട്ടണം എന്ന അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ അയാളുമാണ് അവർ. ഇങ്ങനെ ദുനിയാവിലുള്ള എല്ലാ കാര്യത്തിൽ ഇത് വേണം. നിങ്ങൾ ആലോചിച്ച് നമ്മൾ ആഖിറത്തിൽ കിട്ടണമെന്ന് വിചാരിക്കണമെങ്കിൽ നമ്മളെന്താണ്, ആ ഞാൻ ചെയ്തത് പിന്നെ ആ വഴിക്കുണ്ടോ, അതിന് പരീക്ഷ ഉണ്ടോ, അതിന് ഓഡിറ്റ് ഉണ്ടോ? ഇല്ല, ഒരു ഓഡിറ്റും ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ കർമ്മങ്ങളൊന്നും പടച്ചോണ്ടായിട്ട് ഉണ്ടാവില്ല.
മൻസൂറ എന്ന് പറയുന്നത് ധൂളികളായിരുന്നു പോകുന്ന സമയത്ത് ഒന്നും കാണില്ല. പ്രിയപ്പെട്ട സഹോദരികളെ, എന്തുകൊണ്ടാ കാണാത്തത്? കിട്ടാൻ പോകാത്ത ഒരാൾക്ക് കാണാൻ കഴിയില്ല. ഇറക്കിയ ബിസിനസ്സിന് പൈസ ബിസിനസ് ഇറക്കിയിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് അത് വേറെ കിട്ടൂല, ലാഭം ഉണ്ടാവില്ല. ഏതും അങ്ങനെ തന്നെ. ഒരുത്തരം പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ചേർത്തി, ഇന്ന കോഴ്സിന് ചേർത്തിട്ടാണ് പിന്നെ ഓരോ വൈകി പോയില്ല, ആ സിലബസും പഠിച്ചില്ല, ക്ലാസ്സിലും പോയില്ല, പരീക്ഷ എഴുതാൻ വരുന്ന സമയത്ത് കിട്ടൂല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരികളെ, ദുനിയാവാണെങ്കിൽ ആഖിറത്ത് നമ്മൾ ആലോചിച്ചു. അവിടുത്തെ വിചാരം എങ്ങനെയാ? അവിടുത്തെ വിചാരം എങ്ങനെയാ? ഒറ്റക്കാണ് പ്രിയപ്പെട്ട സഹോദരികൾ നമ്മൾ വരിക. ഒറ്റക്ക് നമ്മൾ വരണം. എന്നിട്ടോ നമ്മൾക്ക് അല്ലാഹു യുനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. പറഞ്ഞാൽ ശരിക്കും വിഷ്വലൈസേഷൻ ചെയ്തിട്ട് കാണിച്ചിരുന്നു, എല്ലാം കാണിച്ചിരുന്നു. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ റിസൾട്ട്, നമ്മൾ വിചാരിച്ച റിസൾട്ട്, പ്രോഫിറ്റ് കിട്ടണം എങ്കിൽ ഈ പറഞ്ഞതുപോലെ സഹാബത്ത് ഇതിനു വേണ്ടി ചെയ്തെന്താ വെച്ചോ, അവര് 6 മാസം, അങ്ങനെ ചരിത്രത്തിൽ പറഞ്ഞിട്ട് 6 മാസം മുമ്പ് റമളാന് വേണ്ടി ഒരുങ്ങുക. റജബൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ആ പ്രതലം വിട്ടിടാൻ പറ്റിയ രൂപത്തിൽ പ്രതലമായി മാറിയിട്ടുണ്ടാവും, മനസ്സങ്ങനെ ആയിട്ടുണ്ടാവും റജബിനല്ലേ. പിന്നെ ശഅബാൻ എത്തിയപ്പോ ശഅബാനിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ, നോമ്പ് ഒക്കെ നോക്കണം. നമുക്ക് റജബിൽ വിട്ടിടാതെ അതിന്റെ മുമ്പ് നമ്മൾ ഒരുങ്ങിയില്ല, അതുകൊണ്ട് റജബിൽ തന്നെ വിട്ടിട്ടില്ല. പിന്നെ ഷാബാൻ എത്തിയപ്പോ നമ്മൾ ഞാൻ നോക്കാണ്, നോമ്പ് ഒന്ന് നോക്കണം, അടുത്താഴ്ചാട്ടെ ഇപ്പൊ ഷാബാൻ കഴിയാണേ, ഇപ്പൊ ഷാബാൻ ഇനി റമളാൻ ആക്കാം എന്ന് നമ്മൾ വിചാരിക്കാണ്. റമളാൻ ഇങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോൾ പെരുന്നാട്ടെന്ന് പറയും, ഈ വർഷത്തെ റമളാനിൽ എന്തൊരു പോക്കാം, അങ്ങ് പോയി എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാകരുത് നമ്മൾ കൊയ്യണം. ഈ വർഷത്തെ റമളാൻ നമുക്ക് അവസാനം ഇങ്ങനെ കൊയ്തെടുക്കാൻ, പരലോകത്ത് ഇങ്ങനെ കാണണം. നമ്മൾ ചെയ്തത് മുഴുവനും നമുക്ക് താങ്ങായി. അതിന് നമ്മൾ നല്ലോണം പ്ലാൻ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആളുകളിൽ, അങ്ങനെ അമലുകൾ ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഇബാദത്തും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തില് അല്ലാഹു ആ നിലയ്ക്ക് നമ്മളെ ആക്കാതെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ പ്രവർത്തനങ്ങളാക്കി മാറ്റി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് അല്ലാഹുവേ. ഞങ്ങളെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് വേണ്ടാത്ത വിചാരങ്ങൾ പലപ്പോഴും വന്നു പോയിട്ടുണ്ട്. നമ്മെ റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുകൾ മോഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധ റമളാനിലേക്ക് എത്തുകയും അതിനുള്ള ആഫിയത്ത് കിട്ടുകയും അങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കുകയും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു റഹ്മാനായ നാഥ. അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. രോഗങ്ങളിൽ നീ മുക്തി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വിവിധങ്ങളായ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, മറ്റു ഏർപ്പാടുകളിലുള്ള ആളുകളാണ്. അല്ലാഹുവേ, എല്ലാത്തിനും നീ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുകൾ വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദി അൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما واجعلنا للمتقين إماما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.